ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് തെവനിൻ ഇക്വലന്റ് സർക്യൂട്ട് ബേസ്ഡ് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് എന്താണ് തെവനിൻ തിയറം എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഡി സി നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യാം. ഒരു ഡി സി നെറ്റ്വർക്കാണ്. ഇവിടെ രണ്ട് ടെർമിനൽസ് എയും ബിയും ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഡി സി നെറ്റ്വർക്കിൽ എന്തൊക്കെയുണ്ട്? ഈ ഡി സി നെറ്റ്വർക്കിൽ സോഴ്സസ് ഉണ്ടാവാം, റെസിസ്റ്റൻസ് ഉണ്ടാവാം. അപ്പോൾ ഡി സി ആയതുകൊണ്ടാണ് റെസിസ്റ്റൻസ് മാത്രം കൺസിഡർ ചെയ്തത്. എ സി ആയിരുന്നെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ കൂടെ ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഉണ്ടാവും. അപ്പോൾ സോഴ്സസ് തന്നെ പിന്നെയും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം: കറണ്ട് സോഴ്സ് ആൻഡ് വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ ഈ ഡി സി നെറ്റ്വർക്കിൽ സോഴ്സസ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. നൗ ദിസ് ഡി സി നെറ്റ്വർക്കിനെ നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഹോൾ നെറ്റ്വർക്ക്, ഈ എയും ബിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നെറ്റ്വർക്ക് വിച്ച് ഈസ് ഹാവിങ് സോഴ്സസ് ആൻഡ് റെസിസ്റ്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു എ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്. ഇവിടെ വരുന്ന വോൾട്ടേജ് നമ്മൾ വി ടി എച്ചും എന്ന് വെച്ചാൽ വി തെവനിൻ, അതേപോലെ റെസിസ്റ്റൻസിനെ ആർ ടി എച്ച് ഓർ ആർ തെവനിൻ എന്ന് വിളിക്കാറുണ്ട്. ഇനി എന്താണ് വി ടി എച്ച്? VTH is the Thevenin voltage or voltage across A and B. ഈ A and Bൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് VTH. ഇനി എന്താണ് RTH? RTH is the resistance, effective resistance across AB. ABൻ്റെ അക്രോസ് ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് RTH. ഇത് നമ്മൾ പ്രോബ്ലംസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് വി ടി എച്ചും ആർ ടി എച്ചും കണ്ടുപിടിക്കുക എന്ന്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ എ നെറ്റ്വർക്ക് വിച്ച് ഈസ് ഹാവിങ് സോഴ്സസ് ആൻഡ് റെസിസ്റ്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് വിത്ത് എ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്. ഇനി സെക്കൻഡ് കേസിൽ തെവനിൻ തന്നെയാണ്. അതിൽ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്താൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡി സി നെറ്റ്വർക്കാണ്. എയും ബിൻ്റെ ഇടയ്ക്കുള്ള ഒരു റെസിസ്റ്റർ വെച്ചു, ആർ എന്ന് വിചാരിക്കുക. എന്നിട്ട് നമുക്ക് ഇതിൽ കൂടെയുള്ള കറണ്ട് ഐ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ തെവനിൻ തിയറം എങ്ങനെ അപ്ലൈ ചെയ്യും? ഡി സി നെറ്റ്വർക്ക്, ഈ ഡി സി നെറ്റ്വർക്കിനെ മാറ്റി ഒരു വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആക്കുക. ഇനി ഈ റെസിസ്റ്റൻസിനെ ഇവിടെ പ്ലേസ് ചെയ്യുക. ആ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള നെറ്റ്വർക്കിനെ ആർ ടി എച്ചും വി ടി എച്ചും ആയിട്ട് മാറ്റി റൈറ്റ് സൈഡിലൊന്നും മാറ്റുന്നില്ല. അപ്പോൾ റൈറ്റ് സൈഡിൽ ആരാ ഉള്ള? ആറുണ്ട്. ഇനിയാണ് ഇതിൽ കൂടിയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ കറണ്ട് ഫോമിൽ എന്താ? കറണ്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ വോൾട്ടേജ് ഈ നെറ്റ്വർക്കിലുള്ള വോൾട്ടേജ് എന്ന് വെച്ചാൽ വി ടി എച്ച് ആണ്. റെസിസ്റ്റൻസ് രണ്ടെണ്ണം ഉണ്ട്, ആർ ടി എച്ചും ആറും, ആൻഡ് ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പം നമുക്ക് ഐ എന്താ കിട്ടുക? വി ടി എച്ച് ഡിവൈഡഡ് ബൈ ആർ ടി എച്ച് പ്ലസ് ആർ. ഓക്കെ, ഇനി ഇത് ബേസ്ഡ് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒബ്റ്റെയിൻ തെവനിൻ ഇക്വലന്റ് സർക്യൂട്ട് അക്രോസ് ടെർമിനൽസ് എ ആൻഡ് ബി. അപ്പോൾ നമുക്ക് എയും ബിൻ്റെ അക്രോസ് ഉള്ള തെവനിൻ ഇക്വലന്റ് സർക്യൂട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള this whole thing has to be replaced by VTH in series with RTH. Terminals A and B. Okay. അപ്പോൾ ഇതിന് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എത്ര സോഴ്സസ് ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം നോക്കുക. അപ്പം ഇതിൽ എത്ര സോഴ്സ് ഉണ്ട്? ഒറ്റ സോഴ്സേ ഉള്ളൂ. ആ സോഴ്സ് എന്താണ്? ഒരു കറണ്ട് സോഴ്സാണ്. അപ്പം എന്ത് സോഴ്സ് അവൈലബിൾ? Source available is current source. Okay. അപ്പോൾ അതവിടെ നിന്നോട്ടെ. Now let us first find out what is RTH. RTH കണ്ടുപിടിക്കാൻ വേണ്ടി ഈ നെറ്റ്വർക്ക് വരയ്ക്കുമ്പോഴത്തേക്ക് അതിൽ റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ പക്ഷെ നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് നോക്കുവാണെങ്കിൽ, എയും ബിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു നെറ്റ്വർക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ദർ ഇസ് എ കറണ്ട് സോഴ്സ് ഓൾസോ, അല്ലേ? ഇത് റെസിസ്റ്റൻസ് ആണ്, ഇത് റെസിസ്റ്റൻസ് ആണ്, ഇത് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. അപ്പോൾ കറണ്ട് സോഴ്സിനെ മാറ്റണം വിത്ത് ഇറ്റ്സ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. കറണ്ട് സോഴ്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ internal resistance.
കറണ്ട് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് വി ക്യാൻ റീപ്ലേസ് കറണ്ട് സോഴ്സ് ബൈ ഇൻഫിനിറ്റി. ഇനി അതിൻ്റെ പകരം വോൾട്ടേജ് സോഴ്സ് ആയിരുന്നെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0 ആണ്. അപ്പോൾ 0 എന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഷോർട്ടായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കറണ്ട് സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഓപ്പൺ ആയിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഓർക്കുക, RTH കണ്ടുപിടിക്കാൻ നമ്മൾ കറണ്ട് സോഴ്സിനെ ഓപ്പൺ ആയി റീപ്ലേസ് ചെയ്യും. വോൾട്ടേജ് സോഴ്സ് ആയിരുന്നെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ടായി റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കറണ്ട് സോഴ്സ് ആണ്, നമ്മളത് ഓപ്പൺ ആക്കി റീപ്ലേസ് ചെയ്തു. അപ്പം നമുക്ക് ഈ 3 ആംപിയറിൻ്റെ പകരം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തേ ഉള്ളൂ, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, നമ്മളെ ടെർമിനൽസ് A ഉണ്ട്, B ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് RTH കണ്ടുപിടിക്കാം. അപ്പോൾ RTH കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഈ ടെർമിനൽസ് A, Bൻ്റെ ഫാർ എൻഡിൽ പോവുക, എന്ന് വെച്ചാൽ ദൂരത്തെ എൻഡിൽ പോവുക. അപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, 1 കാണാൻ പറ്റുന്നുണ്ട്. ദിസ് 1 ആൻഡ് ദിസ് 2 ആർ കണക്റ്റഡ് ഇൻ സീരീസ്. 1 and 2 സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സീരീസ് ആകുമ്പോഴത്തേക്ക് ഫോർ സീരീസ്, if resistance are connected in series, effective resistance will be sum of individual resistance. ഇതിൻ്റെ സം എടുത്താൽ മതി. അപ്പോൾ 1 ഉം 2 ഉം സീരീസ് ആണ്. അപ്പോൾ അതിൻ്റെ സം നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 3 കിട്ടും. അപ്പോൾ ദിസ് 1 and 2 can be replaced by 3. ഇവിടെ ഓൾറെഡി 3 ഉണ്ട്. ഇത് A, B. ഇനി എന്താ, 3 and 3 പാരലൽ ആണ്. അപ്പോൾ 3 and 3 പാരലൽ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 പാരലൽ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ 3 into 3 ഡിവൈഡഡ് ബൈ 3 plus 3 6, 9 by 6 which is 1.5. അപ്പം നമുക്ക് RTH എന്താ കിട്ടിയിരിക്കുന്നത്, we are getting RTH as 1.5. അപ്പോൾ ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് we have to find out what is VTH. അപ്പോൾ RTH കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് VTH. ഇനി എന്താ VTH? VTH is the voltage across the terminals A and B. A and Bൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് VTH. ഇനി നമ്മളിത് എങ്ങനെ ചിന്തിക്കാം, നമുക്ക് എയും ബിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വേണ്ടിയത്. പക്ഷെ നമ്മൾ എയും ബിൻ്റെ ഇടയ്ക്ക് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഞാൻ എയിൽ നിന്ന് ബിയിലോട്ട് വരിക എന്ന് വിചാരിക്കാം. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് എത്താൻ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്, നമുക്ക് കുറേ പാത്ത് അവൈലബിൾ ഉണ്ട്. ഞാൻ ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കുക, നമുക്ക് ഏത് പാത്ത് വേണമെങ്കിലും എടുക്കാം. ഫോർ ദ ടൈം ബീയിങ് നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കുക. അപ്പോൾ ഞാൻ എയിൽ നിന്ന് ബിയിലോട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ആരുണ്ട്, 3 ഉണ്ട്. വാട്ട് ഇസ് 3? 3 ഒരു റെസിസ്റ്ററാണ് അല്ലേ. നമുക്ക് വേണ്ടിയ വോൾട്ടേജ് ആണ്. അപ്പോൾ വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്താണ്, വോൾട്ടേജ് എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ആണ്. അപ്പം നമ്മൾ എയും ബിൻ്റെ ഇടയ്ക്ക് ദർ ഇസ് എ 3 ohm റെസിസ്റ്റർ. അപ്പോൾ റെസിസ്റ്റർ നമുക്ക് ഓക്കെയാണ്, അറിയാം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ഐ. നമുക്ക് കറണ്ട് ഐയും കൂടെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഉദ്ദേശം എന്തായിരിക്കും, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ത്രൂ ദിസ് 3 ohm. ഈ 3 ohmൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് VTH കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവർ എയിം ഈസ് ടു ഒബ്റ്റെയിൻ കറണ്ട് ത്രൂ 3 ohm. ഓക്കെ, ഇനി അത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് ഇവിടെ നമ്മളെ നെറ്റ്വർക്ക് ഉണ്ട്. ദിസ് ഇസ് 3 amperes, 1 2 3. ഓക്കെ, എനിക്ക് ഇതിൽ കൂടെയുള്ള കറണ്ടാണ് ആവശ്യം. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് സോഴ്സ്, ഇനി നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സിംഗിൾ സോഴ്സാണ് നമ്മൾ ഈ കേസിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ സോഴ്സ് എന്ത് സോഴ്സാണ്, കറണ്ട് സോഴ്സാണ്. അപ്പോൾ യൂഷ്വലി നമുക്ക് കറണ്ട് സോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ത്രൂ എനി റെസിസ്റ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി വി ക്യാൻ യൂസ് കറണ്ട് ഡിവിഷൻ റൂൾ.
കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. അതാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്. അപ്പോൾ എന്താ കറണ്ട് ഡിവിഷൻ റൂൾ? കറണ്ട് ഡിവിഷൻ റൂൾ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു കറണ്ട് സോഴ്സ് ഉണ്ട്, അതിൻ്റെ വാല്യൂ ഐ ആണെന്ന് വിചാരിച്ചോ. 2 റെസിസ്റ്റൻസ് ഉണ്ട് പാരലൽ, ഇത് R1ഉം ഇത് R2. നമുക്ക് R1 കൂടെയും R2 കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. R1 കൂടെയുള്ള കറണ്ട് I1 എന്ന് വിചാരിക്കാം, R2 കൂടെയുള്ള കറണ്ട് I2 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ I1 വിൽ ബി ഈക്വൽ ടു, I1 ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ R1 ആണല്ലോ. അപ്പോൾ ഈ ബ്രാഞ്ച് എടുക്കല്ല, അതർ ബ്രാഞ്ച് എടുക്കുക. സോ അതർ ബ്രാഞ്ച് എന്ന് വെച്ചാൽ സെക്കൻഡ് ബ്രാഞ്ച്, ആൻഡ് സെക്കൻഡ് ബ്രാഞ്ച് ഇസ് ഹാവിങ് റെസിസ്റ്റർ R2. അപ്പോൾ I1 കണ്ടുപിടിക്കാൻ വേണ്ടി ന്യൂമറേറ്ററിൽ അടുത്ത ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് ആണ് എഴുതാനുള്ളത്, R2 ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ് R1 പ്ലസ് R2 ഇൻറ്റു ദ ടോട്ടൽ കറണ്ട് I. ഓക്കെ, സിമിലർലി വി ക്യാൻ ഫൈൻഡ് I2 വരുമ്പോഴത്തേക്ക് R2 എടുക്കാൻ പാടില്ല, other branch resistor which is R1 divided by R1 plus R2 into the total current I. ഈ പാർട്ട് കോൺസ്റ്റൻ്റ് ആണ്, ന്യൂമറേറ്റർ മാത്രമേ മാറുന്നുള്ളൂ. I1 ആണെങ്കിൽ R2, I2 ആണെങ്കിൽ R1. ഓക്കെ, അപ്പം ഇത് വെച്ച് കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ട് നമുക്ക് ഇതിൽ 3 ഓമിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ 3 ആംപിയേഴ്സ്. ഇതെൻ്റെ 1 ഓം ആണ്. ഇനി നോക്കി, ഈ 2ഉം 3 ഇങ്ങനെയാണ്. ഇത് ഫസ്റ്റ് ബ്രാഞ്ചാണ്, ഫസ്റ്റ് ബ്രാഞ്ചിലുള്ള റെസിസ്റ്റർ ഇസ് 1 ഓം. ദിസ് ഇസ് മൈ സെക്കൻഡ് ബ്രാഞ്ച്, ഇതാണ് എൻ്റെ സെക്കൻഡ് ബ്രാഞ്ച്. ഈ സെക്കൻഡ് ബ്രാഞ്ചിൽ 2 റെസിസ്റ്റർ ഉണ്ട്. അതെങ്ങനെയാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്? ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പം നമുക്കതിനെ 5 ആയിട്ട് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. ഇനി എനിക്ക് ആവശ്യം ഈ സെക്കൻഡ് ബ്രാഞ്ചിൽ കൂടെയുള്ള കറൻറ്റാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ I വിൽ ബി ഈക്വൽ ടു, അപ്പം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന ഈ സെക്കൻഡ് ബ്രാഞ്ചിൽ കൂടെയുള്ള കറൻറ്റാണ്. അപ്പോൾ നമ്മൾ ഏത് റെസിസ്റ്റൻസ് യൂസ് ചെയ്യണം? 5L ഉപയോഗിക്കേണ്ട 1 വിൽ കം ഇൻ ദ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ 1 പ്ലസ് 5 ഇൻറ്റു ടോട്ടൽ കറൻറ്റ് 3. അപ്പോൾ 3/6 നമുക്ക് എന്ത് കിട്ടും? 0.5 ആംപിയറിന് കിട്ടും. ഓക്കെ, അതും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ കിട്ടി. ഇനി നമുക്ക് അതിൽ നിന്ന് VTH കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ലെറ്റ് us ഫൈൻഡ് ഔട്ട് VTH. ഇനി ഒരു കാര്യം കൂടി, ഇതിൽ സൈൻ കൺവെൻഷനും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ കറണ്ട് ഇങ്ങനെ താഴോട്ട് പോവുകയാണ്. കറണ്ട് താഴോട്ട് പോകുമ്പോഴത്തേക്ക് മുകളിലൊരു പ്ലസ് സൈൻ, താഴെ ഒരു മൈനസ് സൈൻ. കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം എ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അതുകൊണ്ട് പോണ വഴിക്ക് കറണ്ട് താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യം പ്ലസ് സൈൻ, ദെൻ മൈനസ് സൈൻ. ഇനി VTH കണ്ടുപിടിക്കാം. അപ്പോൾ VTH നമ്മൾ ഇങ്ങോട്ടാണ് കറണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. കറണ്ട് താഴോട്ടാണ്, മുകളിലൊരു പ്ലസ് സൈൻ, താഴെ ഒരു മൈനസ് സൈൻ. ഇനി VTH വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഫ്രം B ആൻഡ് മൂവ് ടുവേർഡ്സ് A. ബിന്ന് എയിലോട്ട് പോയി നോക്കുക. അപ്പോൾ ബിന്ന് എയിലോട്ട് പോകുമ്പോഴത്തേക്ക് ആദ്യം എന്ത് സൈനാണ് വരുന്നത്? മൈനസ്. അപ്പം മൈനസ് സൈനാണ് വരുന്നത്. അപ്പം മൈനസ് വരുമ്പോൾ പ്ലസ് എടുക്കുക, ഓപ്പോസിറ്റാണേ. പ്ലസ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തായിരുന്നു? 3 നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയ? 0.5. അപ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് VTH? VTH വിൽ ബി ഈക്വൽ ടു 1.5 വോൾട്ട്. ഇതാണ് നമ്മളെ തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട്. അപ്പോൾ നമുക്ക് എന്താ VTH കിട്ടിയിരിക്കുന്നത്? VTH ഇസ് 1.5 വോൾട്ട്. സിമിലർലി RTH നമുക്ക് എന്താ കിട്ടിയത്? RTHും 1.5 ആണ്. രണ്ട് സെയിം അല്ലേ. അപ്പോൾ VTH ആൻഡ് RTH ആർ സെയിം ആൻഡ് വാല്യൂസ് ആർ 1.5 വോൾട്ട് ആൻഡ് 1.5 ഓം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, വാല്യൂസ് ഒക്കെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് കറണ്ട് സോഴ്സ് ഒന്നേ ഉള്ളൂ. 5 ആംപിയർ ഇസ് ദ കറണ്ട് സോഴ്സ്. റെസിസ്റ്റൻസ് 4 എണ്ണം ഉണ്ട്. വി ഹാവ് ടു റീപ്ലേസ് ദാറ്റ് ബൈ VTH. ഇത് നമുക്ക് RTH എഴുതാം, ഇത് നമ്മൾ VTH എഴുതാം.
ടെർമിനൽസ് എയും ബിയും. ഓക്കെ, ആദ്യം നമുക്ക് RTH കണ്ടുപിടിക്കാം. RTH കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ സർക്യൂട്ടിൽ. നമുക്ക് കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അതേപോലെ വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഷോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കറണ്ട് സോഴ്സ് ആണല്ലോ, അപ്പോൾ കറണ്ട് സോഴ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ പിന്നെ എന്താ ബാക്കിയുള്ളത് നോക്കാം. 20 ഉണ്ട്, 4, 6, 10. ഇവിടെ എൻ്റെ ടെർമിനൽ എ ബി. ഇത് ഓപ്പൺ ആണ്, അത് ഓപ്പൺ ആക്കി. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫാർ എൻഡ് നോക്കുമ്പോൾ ഈ 4ഉം 6ഉം 10ഉം സീരീസാണ്. അപ്പോൾ സീരീസ് ആകുമ്പോൾ നമ്മൾ ആഡാ ചെയ്യേണ്ടത്. അപ്പോൾ ദിസ് ഇസ് 20 ഓൾറെഡി ഉണ്ട്. അപ്പോൾ 10ഉം 6ഉം 4ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 + 6 + 10, ഇത്ര ഭാഗം. ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. Now 20 and 20 parallel. അപ്പോൾ 20 × 20 / 20 + 20 = 10 Ω എന്ന് കിട്ടും. ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ നമുക്ക് സെയിം ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. 20യും 20 സെയിം ആണല്ലോ, അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 10, അതിൻ്റെ ഹാഫ് എടുക്കുക ഫോർ പാരലൽ കണക്ഷൻ. അപ്പോൾ എ ബി എനിക്ക് RTH കിട്ടി. സോ വി ആർ ഗെറ്റിംഗ് RTH ആസ് 10 Ω. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. Now let us find out VTH. VTH കണ്ടുപിടിക്കാൻ വേണ്ടി again what is available is a current source, അല്ലേ? കറണ്ട് സോഴ്സ് ആണ് അവൈലബിൾ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് വോൾട്ടേജ് അക്രോസ് എ ആൻഡ് ബി. ഇതൊന്ന് വരയ്ക്കാം. ഇത് 20, this is 4, 10, 6. ഇതിൻ്റെ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 5 amperes ആണ്. ഓക്കെ, ഇതെൻ്റെ ടെർമിനൽസ് എയും ബിയും. നോക്കി, നമ്മൾ എയും ബിൻ്റെ അക്രോസ് ആരാ ഉള്ളത്? കുറേ കുറേ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കുകയാണെങ്കിൽ, ദിസ് ഇസ് മൈ ഷോർട്ടസ്റ്റ് പാത്ത്, ബി എന്നയിലോട്ട് ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കുകയാണെങ്കിൽ എന്താ ഉള്ളത്? നമുക്കൊരു 20 Ω റെസിസ്റ്റർ ഉണ്ട്. അപ്പം നമുക്ക് VTH കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 20 കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ത്രൂ 20 Ω. കറണ്ട് ത്രൂ 20 Ω കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് VTH കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിന് വേണ്ടി പിന്നെയും നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് ഒരു കറണ്ട് സോഴ്സ് ആണുള്ളത്. അപ്പോൾ കറണ്ട് സോഴ്സ് ഉള്ളപ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് കറണ്ട് ഡിവിഷൻ റൂൾ. ഓക്കെ, അപ്പോൾ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇത് 20 ആണെന്ന് വിചാരിക്കാം. ദിസ് ഇസ് 4, ഇത് നമ്മൾ 10 ആണ്, ഇത് നമ്മൾ 6 ആണ്, ഇതെന്താണ്? നമ്മളെ 5 amperes. ഓക്കെ, അപ്പോൾ 5 amperes വന്നു. ഇവിടെ ഈ ഒരു ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ്. അതിന് 2 പാത്ത് അവൈലബിൾ ആണ്. ഒരു പാത്ത് എന്ന് വെച്ചാൽ ഈ ഒരു പാത്താണ്, 6 Ωൻ്റെ ഒരു പാത്ത്. രണ്ടാമത്തെ പാത്ത് എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ രണ്ടാമത്തെ പാത്തിൽ 4ഉം 20ഉം 10ഉം ആർ കണക്റ്റഡ് ഇൻ സീരീസ്, അല്ലേ? അപ്പോൾ ദിസ് ഇസ് 5. അപ്പോൾ ഒരു പാത്തിലെ റെസിസ്റ്റൻസ് 6ഉം രണ്ടാമത്തെ പാത്തിലെ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ 20ഉം 4ഉം 10ഉം കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ 34 എന്ന് കിട്ടും. എനിക്ക് ആവശ്യം ഈ കറണ്ടാണ്. അപ്പോൾ കറണ്ട് എന്തായിരിക്കും? കറണ്ട് വിൽ ബി ഈക്വൽ ടു അതർ ബ്രാഞ്ച് റെസിസ്റ്റർ വിച്ച് ഇസ് 6 ഡിവൈഡഡ് ബൈ 34 + 6. So 34 + 6 into the total current 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6/40 into 5 or 8. Current is 6/8 amperes. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു VTH കണ്ടുപിടിക്കാൻ വേണ്ടി സൈൻ കൺവെൻഷൻ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി 6/8 is the current flowing through 20. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. ദിസ് ഇസ് മൈ 20, ഇതെൻ്റെ ടെർമിനൽ എയും ബിയും. ഓക്കെ,
6/8 എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഡയറക്ഷൻ നോക്കണേ. ഇത് താഴോട്ടാണ്, ഇത് ഇങ്ങനെ പോകും. കറണ്ട് വന്ന് ഒന്ന് താഴോട്ട് പോകുന്നു, ഒന്ന് ഇങ്ങനെ പോകുന്നു. അപ്പോൾ 20 കൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് താഴോട്ടാണ്. ഇതാണ് താഴോട്ട് പോകുന്നത്, താഴോട്ടാണ് പോകുന്നത്. ഓക്കെ, താഴോട്ട് പോകുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ പ്ലസ് ടെർമിനൽ കൊടുക്കുക, ദെൻ മൈനസ് ടെർമിനൽ കൊടുക്കുക. ഇനി നമുക്ക് VTH എഴുതാം. VTH എഴുതുമ്പോൾ ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം ബി, ഇങ്ങനെ പോണേ. ബിന്ന് എയിലോട്ട് ഏതെങ്കിലും ഒരു കൺവെൻഷൻ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബിന്ന് എയിലോട്ട് പോകുമ്പോൾ ആദ്യം ലോവർ, നെഗറ്റീവ് മീൻസ് ലോവർ ടു ഹയർ, ലോവർ ടു ഹയർ, പോണ വഴിക്ക് ചെറുതെന്ന് വലുത്. അപ്പോൾ ലോവർ ടു ഹയറിലുള്ള കൺവെൻഷൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് കിട്ടി. ഇനി വോൾട്ടേജ് ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ സൈൻ മാത്രമേ ആയുള്ളൂ. മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? കറൻറ്റ് ഇൻറ്റു റെസിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ പോസിറ്റീവ് സൈൻ. വാട്ട് ഇസ് ദ കറൻറ്റ്? കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു 6/8 ആണ്. റെസിസ്റ്റൻസ് എന്തായിരുന്നു? 20. അപ്പം നമുക്കിത് എന്താ കിട്ടുക? 3/4, ഇത് 5. സോ VTH നമുക്ക് കിട്ടുന്നത് 15 വോൾട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് RTH കിട്ടിയത് 10ഉം, RTH is 10 and VTH is 15 volt. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഗെയിൻ ഒബ്റ്റെയിൻ തെവെനിൻ ഇക്വിവലന്റ് സർക്യൂട്ട് അക്രോസ് ടെർമിനൽസ് A and B. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ സോഴ്സേ ഉള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയ കറണ്ട് സോഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഇത് മാറ്റി, കറണ്ട് സോഴ്സ് മാറ്റി വോൾട്ടേജ് സോഴ്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് RTH ആണ്. അപ്പോൾ RTH കണ്ടുപിടിക്കാൻ വേണ്ടി സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് ഇസ് ടു ബി റീപ്ലേസ് ബൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, അത് 0 ആണ്. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് നമുക്ക് ഷോർട്ടായിട്ട് മാറ്റാം. ഷോർട്ടാക്കി, അപ്പോൾ 10 ഇവിടെ ഓൾറെഡി ഉണ്ട്, ഇതും 10, ഇത് 5. A, B. ഓക്കെ, അപ്പോൾ ഫാർ എൻഡ് നോക്കുക. അപ്പോൾ ഫാർ എൻഡ് നോക്കുമ്പോഴത്തേക്ക് ഈ 10ഉം ഈ 10ഉം പാരലൽ. അപ്പോൾ 10ഉം 10ഉം പാരലൽ ആകുമ്പോഴത്തേക്ക് ഈസി മെത്തേഡ്, അതിൻ്റെ ഹാഫ് എടുക്കുക, 5. അപ്പോൾ ഇത് 5, ഇവിടെ ഓൾറെഡി 5 ഉണ്ട്. ഇതിൻ്റെ ടെർമിനൽസ് A and B. അപ്പോൾ 5ഉം 5ഉം സീരീസ് ആണ്. അപ്പോൾ നമുക്ക് RTH എന്താ കിട്ടുന്നത്? RTH, we are getting RTH as 5 + 5 which is 10 ohm. ഓക്കെ, ഇനി നമുക്ക് VTH നോക്കാം. സോ ലെറ്റ് us find out VTH. VTH നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ദ വോൾട്ടേജ് അക്രോസ് A and B. പടം വരയ്ക്കാം. ഇത് 10 വോൾട്ട് ആണ്, ദിസ് ഇസ് 10, ഇതും 10, ഇത് 5, ഇത് A, ഇത് B. ഓക്കെ, അപ്പം നമ്മൾ Bന്ന് Aയിലോട്ട് പോകണം. അപ്പോൾ ഇതാണ് Bന്ന് Aയിലോട്ട് പോകണം. അപ്പോൾ Bന്ന് Aയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു 10 ohm ഉണ്ട്, ഒരു 5 ohm ഉണ്ട്. ഇതിലൊരു കാര്യം നോട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ 10 ohമിൽ കൂടെയുള്ള കറണ്ട് ഉണ്ട്, 10 ohമിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. 5 ohമിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആണ്, എയും ബിയും ഓപ്പൺ അല്ലേ. ഓപ്പൺ ആകുമ്പോഴത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുമോ? ചെയ്യത്തില്ല. കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്ത് വേണം. 10 ആ ക്ലോസ്ഡ് പാത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ദർ വിൽ ബി എ കറണ്ട് ഫ്ലോയിങ് ത്രൂ 10 ohm. ബട്ട് നോ കറണ്ട് ഫ്ലോസ് ത്രൂ 5 ohm ബിക്കോസ് ദിസ് പാർട്ട് ഓഫ് ദി സർക്യൂട്ട് ഇസ് ഓപ്പൺ. ഓക്കെ, അപ്പോൾ നമ്മൾ VTH കണ്ടുപിടിക്കുമ്പോൾ VTH വിൽ ബി 10 into the current flowing through 10 ohm. Okay, അപ്പോൾ ഇനി നമ്മൾ എയിം എന്താ? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ത്രൂ 10 ohm. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ കറണ്ട് തന്നിട്ടില്ലല്ലോ. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻ ദിസ് കേസ് വി കനോട്ട് അപ്ലൈ കറണ്ട് ഡിവിഷൻ റൂൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
വി ക്യാൻ അപ്ലൈ ഓംസ് ലോ ഓർ മെഷ് അനാലിസിസ്, നമ്മളെ ഇഷ്ടമാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാൻ തൽക്കാലം യൂസ് ചെയ്യാൻ പോകുന്നത് ഓംസ് ലോ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓംസ് ലോ എങ്ങനെ യൂസ് ചെയ്യാം? ഇത് 10 ആണ്, ഇത് 10 ആണ്, ഇത് 10 ആണ്. 5 വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം 5 കൂടെ ഒരു കറണ്ടും ഫ്ലോ ചെയ്യുന്നില്ല, അത് നമ്മൾ എടുക്കണ്ട. അപ്പോൾ ഇനി എന്താ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് എന്തായിരിക്കും? വോൾട്ടേജ് 10 ആണ്. ഈ 10ഉം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി 20 ആക്കാം. അപ്പോൾ വോൾട്ടേജ് ഇസ് 10, റെസിസ്റ്റൻസ് ഇസ് 20. അപ്പോൾ എൻ്റെ കറണ്ട് എത്രയായിരിക്കും? 0.5 ആംപിയേഴ്സ്. ഇനി ഈ 0.5 ആംപിയേഴ്സിൻ്റെ ഡയറക്ഷനും കൂടെ നോക്കാം. ഡയറക്ഷൻ താഴോട്ടാണ്. കറണ്ട് ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ, കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 10 ഓം മാത്രം എടുക്കാം. 10 ഓം കറണ്ട് താഴോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ പ്ലസ് കൊടുക്കാം, ഇവിടെ മൈനസ് കൊടുക്കാം. ഇവിടെയാണ് എൻ്റെ ടെർമിനൽസ് എ ആൻഡ് ബി. ഫ്ലോ ചെയ്യുന്ന കറണ്ട് വാല്യൂ 0.5 ആംപിയേഴ്സ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് വി ടി എച്ച്? വി ടി എച്ച് വിൽ ബി ഈക്വൽ ടു ബി നെയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് കംസ് ലോവർ, then comes higher. അപ്പോൾ lower to higher ആവുമ്പോൾ we have to use a plus sign. അപ്പോൾ positive. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 10, കറണ്ട് വാല്യൂ 0.5. So we are getting VTH as 5 volt. ഓക്കെ, അപ്പോൾ നമുക്ക് RTH കിട്ടിയത് 10 ഓമും VTH കിട്ടിയത് 5 വോൾട്ടും ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ തെവെനിൻ ഇക്വലൻറ്റ് അക്രോസ് 3 ohm ആൻഡ് ഫൈൻഡ് കറണ്ട് ത്രൂ 3 ohm. അപ്പോൾ 2 3 ohm ഉണ്ട്. അപ്പോൾ ഏത് കൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ ടെർമിനൽസ് എയും ബിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ത്രൂ ദിസ് 3 ohm. ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ടില്ല. നമ്മൾ തെവെനിൻ ഇക്വലൻറ്റ് അക്രോസ് ടെർമിനൽസ് എ ആൻഡ് ബി മാത്രമേ നോക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ത്രൂ ദിസ് 3 ohm. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ ഇതിനെ ഒരു തെവെനിൻ ഇക്വലൻറ്റ് സർക്യൂട്ടാക്കി മാറ്റണം. അതിന് വേണ്ടി 18 വോൾട്ട് ഇവിടെ നിന്നോട്ടെ. ഇത് 3, ഇത് 6, ഇത് 4. ഈ 3 ഓമിനെ എടുത്തങ്ങ് മാറ്റുക. അത് നമുക്ക് പിന്നെ റീപ്ലേസ് ചെയ്യാം. ഇവിടെ എയും ബിയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? വി ഹാവ് റീപ്ലേസ്ഡ് 3 ohm. ഓക്കെ, ഇനി നമുക്ക് നോർമലായിട്ട് വി ടി എച്ചും ആർ ടി എച്ചും കണ്ടുപിടിക്കാം. അപ്പോൾ ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ആർ ടി എച്ച്. ഇതിലും സിംഗിൾ സോഴ്സ് ആണുള്ളത്, അത് വോൾട്ടേജ് സോഴ്സ് ആണേ. അപ്പോൾ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ഷോർട്ട് ചെയ്യുക. ഇവിടെ 3 ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്. ഇത് എയും ബിയും. ഓക്കെ, പാരൻ്റിൽ പോവുക. 3ഉം 6ഉം പാരലൽ. അപ്പോൾ എഫക്റ്റീവ് എന്തായിരിക്കും? 3ഉം 6ഉം പാരലൽ. അപ്പോൾ R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. 3 into 6 by 3 plus 6. അപ്പോൾ 18/9 2 ohm എന്ന് കിട്ടി. അപ്പോൾ ഇത് 2 ohm, ബാക്കി ഒരു 4 ohm ഉണ്ടായിരുന്നു. ടെർമിനൽസ് എയും ബിയും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആർ ടി എച്ച് എന്ന് വെച്ചാൽ ആർ ടി എച്ച് ഇസ് 4 and 2 ഇൻ സീരീസ് 6 ohm. ഓക്കെ, അപ്പോൾ ആർ ടി എച്ച് കഴിഞ്ഞു. ഇനി ലെറ്റ് us ഫൈൻഡ് ഔട്ട് വി ടി എച്ച്. വി ടി എച്ച് എന്താ? വോൾട്ടേജ് അക്രോസ് എ ആൻഡ് ബി. അത് വരയ്ക്കാം. ദിസ് ഇസ് 18, ദിസ് ഇസ് 3, 6, 4. എ ബി. നമുക്ക് വോൾട്ടേജ് അക്രോസ് എ ആൻഡ് ബി ആണ്. അപ്പോൾ 4ൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല, കാരണം ഇത് ഓപ്പൺ ആണ്. ഏത് കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളൂ? 6ൽ കൂടെ മാത്രമേ കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളൂ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ത്രൂ 6 ohm. 6ൽ കൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ ബിന്ന് എയിലോട്ട് പോകുമ്പോഴത്തേക്ക് 6 ഉണ്ട്, 4 ഉണ്ട്. 4ൽ കൂടെ ദർ ഇസ് നോ കറണ്ട്. 6ൽ കൂടെ മാത്രമേ ഉള്ളൂ കറണ്ട്. അപ്പോൾ വി ടി എച്ച് എന്തായിരിക്കും? ഇറ്റ് ഇസ് 6 into കറണ്ട് ത്രൂ 6 ohm. ഇനി നമുക്ക് കറണ്ട് ത്രൂ 6 ohm കണ്ടുപിടിക്കാം. അതിന് വേണ്ടി ഇത് നമ്മൾ 18 ആണ്.
കറണ്ട് ഡിവിഷൻ റൂൾ പറ്റത്തില്ല, കാരണം കറണ്ട് സോഴ്സ് തന്നിട്ടില്ല. ഇനി നമുക്ക് കറണ്ട് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. കറണ്ട് ഇസ് ഈക്വൽ ടു ഓംസ് ലോ വെച്ചിട്ട് 18/3 + 6 സീരീസ് ആണല്ലോ. ഇത് 9 കിട്ടി. സോ ദ കറണ്ട് ഇസ് 2 ആംപിയേഴ്സ്. ഇനി എന്താ കറണ്ട് ഡയറക്ഷൻ? കറണ്ട് ഡയറക്ഷൻ ക്ലോക്ക് വൈസ്. അപ്പം നമ്മൾ ഇത് 6 ആണ്, ഇതിൻ്റെ ടെർമിനൽസ് എയും ബിയും ആണ്. കറണ്ട് താഴോട്ട് പോകുന്നു. ഇവിടെ പ്ലസ് സൈൻ കൊടുക്കാം, ഇവിടെ മൈനസ് സൈൻ കൊടുക്കാം. കറണ്ട് വാല്യൂ 2 ആംപിയേഴ്സ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? വി ടി എച്ച് വിൽ ബി ഈക്വൽ ടു ബി എയിലോട്ട് പോകുമ്പോഴത്തേക്ക് മൂവിങ് ഫ്രം ബി ടു എ, ഫസ്റ്റ് കംസ് ലോവർ ദെൻ കംസ് ഹയർ. സോ പോസിറ്റീവ് 6 × 2 വിച്ച് ഇസ് 12 വോൾട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ എന്ത് കിട്ടി? തെവനിൻ വോൾട്ടേജ് കിട്ടി. തെവനിൻ വോൾട്ടേജ് എത്രയായിരുന്നു? 12 വോൾട്ട് ആയിരുന്നു. തെവനിൻ റെസിസ്റ്റൻസ് എത്രയായിരുന്നു? 2 ആയിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു എയും ബിയും. പക്ഷെ നമുക്ക് ഇതല്ലായിരുന്നു നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറൻറ്റ് ത്രൂ 3 ohm, അല്ലേ? ഫൈൻഡ് കറൻറ്റ് ത്രൂ 3 ohm. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ തെവനിൻ വോൾട്ടേജും റെസിസ്റ്റൻസും ഒക്കെ കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ ഇത്ര ഭാഗത്തിൻ്റെ വി ടി എച്ചും ആർ ടി എച്ചും കണ്ടുപിടിച്ചു. ഇനി R3 എവിടെ നിന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പം നമ്മൾ ആ കറണ്ട് എന്തായിരിക്കും? കറണ്ട് വിൽ ബി ഈക്വൽ ടു വി ടി എച്ച് 12 വോൾട്ടേജ് ബൈ കറണ്ട്. 2 and 3 are in series. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? കറണ്ട് ത്രൂ 3 ohm എന്ന് വെച്ചാൽ 12/5 ആംപിയേഴ്സ്. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ തെവനിൻ ഇക്വിവലന്റ് അക്രോസ് എ ആൻഡ് ബി. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ? 2 സോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഒറ്റ സോഴ്സ് വെച്ച് നോക്കിയിട്ടുള്ളൂ ക്വസ്റ്റ്യൻസ്. ഒന്നെങ്കിൽ അത് കറണ്ട് സോഴ്സ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 വോൾട്ടേജ് സോഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആർ ടി എച്ചിന് വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ് ആർ ടി എച്ചിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ആർ ടി എച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യണം? വോൾട്ടേജിനെ ഷോർട്ട് ചെയ്യണം. അപ്പോൾ 2 വോൾട്ടേജ് ഉണ്ടല്ലോ, 10 വോൾട്ടേജിനെ ഞാൻ ഷോർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 6 ohm ഉണ്ട്, 4 ഉണ്ട്, 5 നമ്മൾ ഷോർട്ട് ചെയ്തു. ഇത് നമ്മുടെ ടെർമിനൽസ് എയും ബിയും. ഓക്കെ, അപ്പോൾ ആർ ടി എച്ച് എന്താണ്? ആർ ടി എച്ച് ഇസ് ഈക്വൽ ടു 6 and 4 പാരലാണ്. 6 × 4 / 6 + 4 10. അപ്പോൾ നമുക്ക് 2.4 ohm എന്ന് കിട്ടി. ഓക്കെ, അതാണ് നമ്മളെ ആർ ടി എച്ച്. ഇനി നമുക്ക് വി ടി എച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വി ടി എച്ച് എന്താണ്? വോൾട്ടേജ് അക്രോസ് എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഒരു വർഷം വരയ്ക്കാം. ഇത് നമ്മളെ 10 വോൾട്ട് പോസിറ്റീവ് നെഗറ്റീവ്. ഇത് നമ്മളെ 6, 4, 5 വോൾട്ട് എയും ബി. ഓക്കെ, നോക്കി എന്ന് ബിയിലോട്ട് പോവുകയാണെങ്കിൽ ഇഫ് യു ട്രാവലിംഗ് ഫ്രം എ ടു ബി നമുക്ക് 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് ദർ ഇസ് 6 ohm, അത് കഴിഞ്ഞിട്ട് ഒരു 10 വോൾട്ടാണ്. അപ്പോൾ 10 വോൾട്ട് ഓക്കെ, നമുക്ക് വോൾട്ടേജ് ആണ്. പക്ഷേ 6 എന്ന് വെച്ചാൽ റെസിസ്റ്ററാണ്. വോൾട്ടേജിനെയും റെസിസ്റ്റൻസിനെയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. വോൾട്ടേജ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ത്രൂ 6 ohm. ഈ 6 ohമിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ വി ക്യാൻ ഒബ്റ്റെയിൻ വാട്ട് ഇസ് വി ടി എച്ച്. ഓക്കെ, അപ്പോൾ എൻ്റെ വി ടി എച്ച് എന്തായിരിക്കും? വി ടി എച്ച് വിൽ ബി ഈക്വൽ ടു ദിസ് 10 വോൾട്ട് പ്ലസ് 6 × കറണ്ട് ത്രൂ 6. ഇതിലൊക്കെ സൈൻ കൺവെൻഷൻ വരും, എനിക്കറിയത്തില്ല പ്ലസ് ഓ മൈനസ് ആണോ എന്നൊക്കെ. അപ്പോൾ അത് നമുക്ക് നോക്കാം. കറണ്ട് ഡയറക്ഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ത്രൂ 6 ohm. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നോർമൽ ഓംസ് ലോ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം 2 സോഴ്സസ് വന്നിട്ടുണ്ട്, 2 വോൾട്ടേജ് സോഴ്സ് വന്നു. അപ്പോൾ 2 വോൾട്ടേജ് സോഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് മെഷ് അനാലിസിസ് ആണ് ബെറ്റർ. സോ വി ക്യാൻ ഗോ ഫോർ മെഷ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ മെഷ് അനാലിസിസിന് വേണ്ടി ഞാൻ ആ സർക്യൂട്ടിനെ റീഡ്രോ ചെയ്യുകയാണ്. 10, 6, 4,
5. ഓക്കെ, ഇപ്പോൾ മെഷ് അനാലിസിസ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊരു സിംഗിൾ മെഷാണ്. അപ്പം നമുക്ക് ഈ സിംഗിൾ മെഷിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അറിയത്തില്ല. സെയിം കറണ്ട് ആയിരിക്കുമല്ലോ, എല്ലാ എലിമെൻറ്റ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ സെയിം കറണ്ട് വിൽ ഫ്ലോ ത്രൂ ഓൾ ദി എലിമെൻറ്റ്സ്. അപ്പോൾ എനിക്ക് കറണ്ട് അറിയത്തില്ല. ലെറ്റ് ദ കറണ്ട് ബി ഐ. അപ്പോൾ ഞാൻ കറണ്ട് മാഗ്നിറ്റ്യൂഡ് ഐ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഡയറക്ഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ക്ലോക്ക് വൈസ് എടുക്കാം, ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കാം. ഞാനിപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ടെർമിനൽസും കൂടെ മാർക്ക് ചെയ്യാം, എ ബി സി ടി. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ നോക്കുന്ന ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്. നമ്മൾ എങ്ങനെയാണ് ഓരോ എലിമെൻറ്റ്സിനെ നോക്കുന്നത്. ആദ്യം ഞാൻ എയിൽ ബിയിലോട്ട് പോകുന്നു, അപ്പോൾ ആരും ഇല്ല. ദെൻ ബിയിൽ നിന്ന് സിയിലോട്ട് പോകുമ്പോൾ ആദ്യം 4 ആണ്, 4 ഓം ആണ്, പിന്നെ 5 വോൾട്ടാണ്. സി ടു ഡി ആരും ഇല്ല. ഡി ടു എ ആദ്യം വരുന്നത് 6 ഓമും പിന്നെ വരുന്ന 10 വോൾട്ടും. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്ന ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്. ഇനി ഡയറക്ഷൻ ഓഫ് കറൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമ്മൾ സൈൻ കൺവെൻഷന് വേണ്ടിയാണ്. ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറൻറ്റ് സെയിം ആണെങ്കിൽ ദ ഡ്രോപ്പ് ഇസ് ടേക്കൻ ആസ് നെഗറ്റീവ്. നൗ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറൻറ്റ് ഓപ്പോസിറ്റ് ആണെങ്കിൽ ദ ഡ്രോപ്പ് ഇസ് ടേക്കൻ ആസ് പോസിറ്റീവ് ഡ്രോപ്പ്. ഇനി നമ്മൾ ആ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഇങ്ങനെ തന്നെയാണ്. ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ക്ലോക്ക് വൈസ് ആണ്. അതിൽ പോണ വഴിക്ക് ഹയർ ടു ലോവർ ആണെങ്കിൽ നെഗറ്റീവ്, ഇത് ഇ ആണ്, നെഗറ്റീവ്. അതേപോലെ ലോവർ ടു ഹയർ ആണ് വരികയാണെങ്കിൽ പ്ലസ് ഇ. ഈ കൺവെൻഷൻ ഓർത്ത് വയ്ക്കുക. ഈ കൺവെൻഷൻ വെച്ചിട്ടാണ് ഞാൻ മെഷ് ഇക്വേഷൻസ് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എ ടു ബി ആരുമില്ല. ഓക്കെ, ഞാൻ ബി ടു സിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ, വെൻ വി ആർ മൂവിങ് ഫ്രം ബി ടു സി, ആദ്യം ആരെയാണ് കാണുന്നത്? ഫസ്റ്റ് ദെയർ ഇസ് എ 4 ഓം. അപ്പോൾ 4 ഓം ആകുമ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡ്രോപ്പ്. അപ്പം ഞാൻ താഴോട്ടാണ് പോകുന്നത്, കറണ്ടും താഴോട്ടാണ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആർ സെയിം. സോ ദാറ്റ് മീൻസ് ദ ഡ്രോപ്പ് ഇസ് നെഗറ്റീവ്. അപ്പോൾ 4 ഇസ് ദ റെസിസ്റ്റൻസ്, ഐ ഇസ് ദ കറണ്ട്. രണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് ഡ്രോപ്പ് ഇസ് നെഗറ്റീവ്. അപ്പോൾ 4 കഴിഞ്ഞു. Now my direction of movement is downwards. First comes higher then lower. ഈ ഒരു കേസാണ്. അപ്പോൾ ഹയർ ലോവർ വരുമ്പോഴത്തേക്ക് -5. സി ടു ഡി ആരും ഇല്ല. ഡി ടു എ പോകുമ്പോൾ ആദ്യം 6 വരുന്നത്. അപ്പോൾ 6. ഞാൻ പോകുന്നത് മുകളിലോട്ടാണ്, ഡി ടു എ. കറണ്ട് എന്തേ മുകളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബോത്ത് ഡയറക്ഷൻ ആർ സെയിം. അപ്പോൾ 6 into I with a minus sign. കാരണം ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആർ സെയിം. ഇനി വരുന്നത് 6 കഴിഞ്ഞ് 10 വോൾട്ടാണ്. അപ്പോൾ ലോവർ ടു ഹയർ ആണ്, ചെറുതെന്ന് വലുത്. സോ വി ഹാവ് ടു ടേക്ക് പ്ലസ് സൈൻ ഈക്വൽ ടു 0. ഇതിനി സോൾവ് ചെയ്യുക. -10i + 5 ഈക്വൽ ടു 0. അപ്പോൾ ഐ നമുക്ക് എന്താ കിട്ടുന്നത്? 0.5 കിട്ടും. 0.5 ആംപിയർ. അപ്പോൾ നമുക്ക് കറണ്ട് കിട്ടി. നൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് VTH. ഇപ്പോൾ VTH ഞാൻ ഈ ഒരു പോർഷൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് 10 വോൾട്ടാണ്, ഇത് 6 ആണ്. ഇതാണ് ഒരു ടെർമിനൽ എയും ബിയും. ഓക്കെ, ഇനി നോക്കിയാൽ നമ്മൾക്ക് കറൻറ്റ് 0.5 ആംപിയേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. പോസിറ്റീവാണ്. പോസിറ്റീവ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അസ്യൂമാണ് ചെയ്തത്. നമുക്കറിയത്തില്ലായിരുന്നു അത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ, നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് നമുക്ക് ഫൈനലി നമുക്ക് 0.5 ആംപിയേഴ്സ് കിട്ടി. അത് പോസിറ്റീവാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റാണ്. സോ ആക്ച്വൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ഇസ് ക്ലോക്ക് വൈസ്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയാണല്ലോ പോകുന്നത്, മുകളിലോട്ട് പോകും. അപ്പോൾ ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ്. കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം എ ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. അപ്പം ഞാൻ ഇവിടെ താഴെ പ്ലസ്, ഇവിടെ മൈനസ്. ഓക്കെ, ഇനി എനിക്ക് VTH എഴുതാൻ പറ്റും. അപ്പോൾ VTH ഇസ് ഈക്വൽ ടു ബിയിൽ നിന്നും എയിലോട്ട് ട്രാവൽ ചെയ്യുക, ബി ടു എ. ആദ്യം നോക്കിയേ, പ്ലസ്സാണ് വന്നത്. പ്ലസ് വരുമ്പോഴത്തേക്ക് നെഗറ്റീവ്. സോ -6 into what is the current?
0.5. ഇനി അടുത്തത് 10 വോൾട്ട് ലോവർ ടു ഹയർ, ചെറുതെന്ന് വലുത് പ്ലസ് 10. ഇതിൻ്റെ കൂടെ ഒന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് 10 വോൾട്ട് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -3 + 10. സോ ദ ഫൈനൽ വാല്യൂ ഈസ് 7 വോൾട്ട്. നമുക്ക് RTH കിട്ടിയിരിക്കുന്നത് 2.4 ഓമും വോൾട്ടേജ് കിട്ടിയിരിക്കുന്നത് 7 വോൾട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ തെവെനിൻ വോൾട്ടേജ് അക്രോസ് ടെർമിനൽസ് A ആൻഡ് B. ഇതിലും 2 വോൾട്ടേജ് സോഴ്സസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് RTH കണ്ടുപിടിക്കാം. അപ്പോൾ RTH കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് 120 ഷോർട്ടായി, ഇത് 40, ഇത് 60, ഇതും ഷോർട്ട് ചെയ്തു. ഇത് A, ഇത് B. ഓക്കെ, അപ്പോൾ എയും ബിയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് 40യും 60യും പാരലാണ്. സീരീസ് ആയിട്ട് എടുക്കല്ല, കാരണം എയും ബിയും വെച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 40 ഇസ് കണക്റ്റഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി, 60 ഇസ് കണക്റ്റഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ ദാറ്റ് മീൻസ് 40 and 60 ആർ പാരലൽ. അപ്പോൾ നമുക്ക് RTH എന്താ കിട്ടുന്നത്? പാരലൽ ആകുമ്പോൾ 40 × 60 ഡിവൈഡ് ബൈ 40 + 60 എന്ന് വെച്ചാൽ 100 ആണ്. അപ്പോൾ നമുക്ക് 24 ഓം എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ലെറ്റ് us find out VTH. VTH കണ്ടുപിടിക്കാൻ വേണ്ടി 120 വോൾട്ട്, ഇത് 40, 60 വോൾട്ട്. A, B. ഓക്കെ, അപ്പോൾ നമുക്ക് വോൾട്ടേജ് അക്രോസ് A ആൻഡ് B കണ്ടുപിടിക്കണം. ഏത് പാത്ത് വേണമെങ്കിലും എടുക്കാം, പ്രശ്നമില്ല. അപ്പോൾ ഞാനിപ്പോൾ സപ്പോസ് ഈ പാത്ത് എടുക്കുമെന്ന് വിചാരിച്ചു, B to A. അപ്പോൾ B to A എടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ദർ ഇസ് എ വോൾട്ടേജ് സോഴ്സ്, അത് പ്രശ്നമില്ല. പിന്നെ ദർ ഇസ് എ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ടും കൂടെ കണ്ടുപിടിച്ചാൽ മാത്രമേ VTH കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് വേണ്ടി കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി അഗെയിൻ 2 വോൾട്ടേജ് സോഴ്സ് ആണ്. അപ്പോൾ ഞാൻ മെഷ് അപ്ലൈ ചെയ്യാണ്. ലെറ്റ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ബി ക്ലോക്ക് വൈസ്. അതിൻ്റെ വാല്യൂ I ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ടെർമിനൽസ് ഞാൻ A, സ്മോൾ b, സ്മോൾ c, d ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി Aന്ന് Bയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ആദ്യം 40 വോൾട്ടാണ്. അപ്പോൾ 40 × കറണ്ട് I. ഇനി എന്ത് സൈൻ ആയിരിക്കും നോക്കിയാൽ നമ്മൾ A to Bയിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ്. കറണ്ട് ഈസ് ഓൾസോ ക്ലോക്ക് വൈസ്, സിമിലർ ആയതുകൊണ്ട് മൈനസ് സൈൻ. ഇനി A to Bയിലോട്ട് പിന്നെയും പോകുമ്പോഴത്തേക്ക് 60 ഉണ്ട്. ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആർ സെയിം. അപ്പോൾ -60 ആയി. B to Cയിൽ പോകുമ്പോഴത്തേക്ക് വലുതെന്ന് ചെറുത്, -60. C to D ആരും ഇല്ല, D to A ചെറുതെന്ന് വലുത്. അപ്പോൾ 120 വോൾട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയ? -100 ആയി +60 is equal to 0. I is equal to 0.6 amperes എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അഗെയിൻ നോക്കിയേ, നമുക്ക് 0.6 ആംപിയേഴ്സ് പോസിറ്റീവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റാണ്, ക്ലോക്ക് വൈസ് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറണ്ട് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും. ഓക്കെ, ഇനി നമുക്ക് ബിന്ന് എയിലോട്ട് ട്രാവൽ ചെയ്യാം. B to A ട്രാവൽ ചെയ്യുകയാണേ. അപ്പോൾ B to A ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യം ആരാ വരുന്നത്? 60. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയേ. നമ്മൾ പോകുമ്പോഴത്തേക്ക് ലോവർ ടു ഹയർ, സോ പോസിറ്റീവ്. ഇനി B to A ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ലോവർ ടു ഹയർ, പോസിറ്റീവ്. എന്ത്? 60 × 0.6 അല്ലേ. അപ്പോൾ 60 + 36. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 96 വോൾട്ട് എന്ന് കിട്ടും. ഇതാണ് നമ്മളെ VTH. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്റ്റെയിൻ തെവെനിൻ ഇക്വലന്റ് വോൾട്ടേജ് അക്രോസ് 2 ഓം റെസിസ്റ്റർ. അപ്പോൾ 2 ഓമിൻ്റെ അക്രോസ് ഉള്ള തെവെനിൻ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 ഓമിനെ അങ്ങ് റിമൂവ് ചെയ്യണം. അപ്പോൾ 2 ഓമിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് 6 ആംപിയേഴ്സ്, ഇത് 4, ഇത് 1.
ഇതിനെ ഞാൻ മാറ്റുവാണേ. ഇതിന് നമുക്ക് എയും ബിയും ആയിട്ട് മാർക്ക് ചെയ്യാം. അവിടെ മാറ്റിയ റെസിസ്റ്റൻസ് മാറ്റിയിട്ട് അവിടെ എയും ബിയും ആയിട്ട് മാർക്ക് ചെയ്തു. ഇത് 3, ഇത് 3 വോൾട്ട്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് RTH, ഇക്വലൻറ്റ് വോൾട്ടേജ്. തെവനിൻ ഇക്വലൻറ്റ് വോൾട്ടേജ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം. RTHും കണ്ടുപിടിക്കാം. RTH കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ഓപ്പൺ ചെയ്യണം, വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ഷോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ കറണ്ട് സോഴ്സിനെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ കറണ്ട് സോഴ്സിനെ ഓപ്പൺ ചെയ്ത് അവിടെ ആരും ഇല്ല. ഇത് 4, ഇത് 1, ഇതിൻ്റെ ടെർമിനൽസ് A, ഇത് ടെർമിനൽ B, ഇത് 3. ഇതിനെന്താ നമ്മൾ ചെയ്യുന്നത്? ഷോർട്ടിങ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തു. ഈ ടെർമിനൽസ് 6 ആംപിയേഴ്സിന് പകരം നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഓപ്പൺ എന്ന് വെച്ചാൽ ഇൻഫൈനൈറ്റ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇൻഫൈനൈറ്റും 4ഉം മാറ്റി നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എൻ്റെ ടെർമിനൽ A. ഇവിടെ നോക്കാം. ഇവിടെ നോക്കിയേ, 3 ഇസ് പാരലൽ വിത്ത് എ ഷോർട്ട് അല്ലേ? ഷോർട്ടിൻ്റെ റെസിസ്റ്റൻസ് എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മൾ കറണ്ട് വരുമ്പോഴത്തേക്ക് എപ്പോഴും ലോ റെസിസ്റ്റൻസ് പാത്ത് കൂടെ ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ 3യും ഷോർട്ടും ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ ഷോർട്ട്. അപ്പോൾ എയും ബിൻ്റെ അക്രോസ് ഒക്കെ ഉള്ള റെസിസ്റ്റൻസ് എത്രയാ? RTH ഇസ് ഈക്വൽ ടു 1 Ohm. ഓക്കെ, ഇത് നമുക്ക് വേറൊരു രീതിയിലും പറയാൻ പറ്റും. നമുക്ക് നമ്മൾ 2 റെസിസ്റ്റൻസ് പാരലാന്ന് വിചാരിക്കുക. ഒന്നിൻ്റെ റെസിസ്റ്റൻസ് എന്താ? 3, രണ്ടാമത്തേൻ്റെ റെസിസ്റ്റൻസ് എന്താ? 0, ഡിവൈഡഡ് ബൈ 3 + 0. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്താ വരുന്നത്? 0 വരുന്നത്. അപ്പോൾ 3 പാരലൽ ഷോർട്ട് ഇസ് എ ഷോർട്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ ഷോർട്ടായിട്ട് റീപ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ RTH കിട്ടി. ഇനി നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് VTH. റീഡ്രോ ചെയ്യാം. 4, 1, A, B, 3 വോൾട്ട്. ഇത് 6 ആംപിയേഴ്സ്. ഓക്കെ, ഇവിടെ നോക്കിയേ, നമ്മൾ ഇതുവരെ ഫസ്റ്റ് കേസിൽ നമ്മൾ നോക്കിയ സിംഗിൾ സോഴ്സ്, സെക്കൻഡ് കേസിൽ നമ്മൾ 2 സോഴ്സസ് നോക്കി. പക്ഷേ 2 സോഴ്സും വോൾട്ടേജ് സോഴ്സ് ആയിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 1 ഇസ് എ കറണ്ട് സോഴ്സ് ആൻഡ് 1 ഇസ് എ വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു റൂളൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്യൂട്ടബിളായിട്ട് എന്ത് തോന്നുന്നു അത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വോൾട്ടേജ് അക്രോസ് A ആൻഡ് B. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ട്രാവൽ ചെയ്യണം? വി ഹാവ് ടു ട്രാവൽ ഫ്രം B ആൻഡ് റീച്ച് A. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഉള്ളത്? ദർ ഇസ് എ 3 ohm റെസിസ്റ്റർ ആൻഡ് ദർ ഇസ് എ 1 ohm റെസിസ്റ്റർ. 2 റെസിസ്റ്ററാണ്. അപ്പോൾ രണ്ടിൽ കൂടെ ഉള്ള നമുക്ക് കറണ്ട് കണ്ടുപിടിച്ചാലേ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് VTH. ഓക്കെ, സോ വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ 1 ohm ആൻഡ് വാട്ട് ഇസ് ദ കറണ്ട് ത്രൂ 3 ohm? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം കറണ്ട് ത്രൂ 1 ohm നോക്കാം. വാട്ട് ഇസ് ദ കറണ്ട് ത്രൂ 1 ohm? കറണ്ട് ത്രൂ 1 ohm. ഓക്കെ, ഈ ഒരു നെറ്റ്വർക്കിൽ ഇത് ഒരു കറണ്ട് സോഴ്സ് ആണ്. 6 ആംപിയർ ഇസ് എ കറണ്ട് സോഴ്സ്. അപ്പോൾ കറണ്ട് സോഴ്സ് ഇങ്ങനെ വന്നു, 4 കൂടെ ഫ്ലോ ചെയ്തു, 1 കൂടെ ഫ്ലോ ചെയ്യുന്നു. അത് ഇങ്ങോട്ട് ഡിവൈഡ് ആവത്തില്ല, കാരണം വെച്ചാൽ ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. So what is the current flowing through 1 ohm? The current flowing through 1 ohm is 6 amperes. കറണ്ട് ഇവിടെ നിന്ന് വന്നു, 4 കൂടെ ഫ്ലോ ചെയ്തു, 1 കൂടെ ഫ്ലോ ചെയ്തു. കറണ്ട് ഡിവൈഡ് ആവുന്നില്ല, കാരണം ഇവിടെ ഒന്നുമില്ല, ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തത് കിട്ടി. കറണ്ട് ത്രൂ 1 ohm is 6 amperes. ഇനി അടുത്ത നോക്കാം. വാട്ട് ഇസ് ദ കറണ്ട് ത്രൂ 3? അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു കുഞ്ഞൊരു മെഷ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ മെഷ്, ഇത് 3, ഇത് 3. അപ്പോൾ ഇത് കൂടെയുള്ള കറണ്ട് എന്തായിരിക്കും? കറണ്ട് വിൽ ബി ഈക്വൽ ടു 3/3 വിച്ച് ഇസ് 1 ആംപിയർ അല്ലേ? ഈ 1 ആംപിയർ എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്? ഇങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ദിസ് ഇസ് 1 ആംപിയർ. അപ്പം ഞാൻ ഇത് ഒരു പ്രാവശ്യം റീഡ്രോ ചെയ്യാം. ഈ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. വാല്യൂ എത്രയാണ്? 1 ആംപിയർ, 6 ആംപിയേഴ്സ് അല്ലേ? ഈ കറണ്ടോ
ഈ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ഇങ്ങനെ താഴോട്ടല്ല ഫ്ലോ ചെയ്യുന്നത്. സോ ദിസ് കറണ്ട് ഈസ് ഫ്ലോയിങ് ഡൗൺവേർഡ്സ് ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ 1 ആംപിയർ. ഓക്കെ, ഇതായിരുന്നു ടെർമിനൽസ് എ ആൻഡ് ബി. അപ്പോൾ പ്ലസ് സൈൻ കൊടുക്കുക, മൈനസ് സൈൻ കൊടുക്കുക, കാരണം ഹയർ ടു ലോവർ, ഇവിടെ ഹയർ ടു ലോവർ. അപ്പോൾ ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് VTH. ഇവിടുത്തെ വാല്യൂ എത്രയായിരുന്നു? 1 ആയിരുന്നു. ഇവിടുത്തെ വാല്യൂ എത്രയായിരുന്നു? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 3 ആയിരുന്നു. ഓക്കെ, ബിന്ന് ഞാൻ തുടങ്ങുന്നു. സ്റ്റാർട്ടിങ് ഫ്രം ബി. ആദ്യം പോസിറ്റീവാണ് കാണുന്നത്, അപ്പോൾ മൈനസ്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 3, കറണ്ട് വാല്യൂ 1. ഇവിടെ ആരുമില്ല. ഇനി മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് മൈനസ് ആണ് ആദ്യം കാണുന്നത്, അപ്പോൾ പ്ലസ് സൈൻ ഇടുക. 1 ഈസ് ദ കറണ്ട് ആൻഡ് 6 ഇസ് ദ വോൾട്ടേജ്, 6 ഇസ് ദ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? -3 + 6. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ 3 വോൾട്ട്. അതാണ് നമ്മുടെ VTHൻ്റെ വാല്യൂ. ഓക്കെ, ഒരു ക്വസ്റ്റിന്, അടുത്ത ക്വസ്റ്റിന് നമുക്ക് വി ഹാവ് ടു അഗെയിൻ ഫൈൻഡ് ഔട്ട് ദി തെവെനിൻ ഇക്വലന്റ് അക്രോസ് ടെർമിനൽസ് എ ആൻഡ് ബി. അപ്പോൾ എത്ര സോഴ്സസ് ഉണ്ട്? 2 സോഴ്സസ് ഉണ്ട്. ഒന്ന് വോൾട്ടേജ് സോഴ്സും ഒന്ന് കറണ്ട് സോഴ്സുമാണ്. അതിന് നമുക്ക് RTH കണ്ടുപിടിക്കാം. RTH കണ്ടുപിടിക്കാൻ വേണ്ടി വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്തു. റെസിസ്റ്റൻസ് 6, കറണ്ട് സോഴ്സ് ഓപ്പൺ ചെയ്തു 4 അല്ലേ. ഇത് എ, ഇത് ബി. ഫാറിൻ്റെ 6 6ഉം സീരീസ്, അപ്പോൾ എത്രയും മാറും? 12 ആയി മാറും. അപ്പോൾ ഇത് 12, ഇത് 4, ഇത് എ, ഇത് ബി. RTH എന്തായിരിക്കും? 12ഉം 4ഉം പാരലാണേ. അപ്പോൾ 12 × 4 ഡിവൈഡഡ് ബൈ 12 + 4. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 48 by 16, 24, 8, 3 ohm കിട്ടും. അപ്പോൾ RTHൻ്റെ വാല്യൂ 3 ohm ആണ്. ഇനി നമുക്ക് VTH കണ്ടുപിടിക്കാം. അപ്പോൾ VTH എന്ന് വെച്ചാൽ വോൾട്ടേജ് അക്രോസ് എ ആൻഡ് ബി. അപ്പോൾ നമുക്ക് 4 കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കേണ്ടി വരും, എന്നാലേ നമുക്ക് VTH കിട്ടുള്ളൂ. ഇവിടെ നോക്കിയാൽ നമുക്കൊരു വോൾട്ടേജ് സോഴ്സും ഒരു കറണ്ട് സോഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം വരും, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ 2 വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മെഷ് അപ്ലൈ ചെയ്യാമായിരുന്നു. അപ്പോൾ കറണ്ട് സോഴ്സ് വരുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ കറണ്ട് സോഴ്സ് ആണെങ്കിൽ നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്യാം. പക്ഷേ ഒന്നിൽ കൂടുതൽ സോഴ്സസ് ഉണ്ട്, അതിൽ ഒരു സോഴ്സ് കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് നോഡൽ അനാലിസിസ്. അപ്പോൾ നമുക്ക് നോഡൽ അനാലിസിസ് വെച്ച് ഇത് സോൾവ് ചെയ്യാം. നമുക്ക് നോക്കാം എന്താണ് നോഡൽ അനാലിസിസ്. അപ്പോൾ ഇത് 12, ഇത് 6, ഇത് 6 ആംപിയേഴ്സ്, ഇത് 6, ഇത് 4. ഓക്കെ, അപ്പോൾ നമുക്ക് നോഡ് ആദ്യം കൺസിഡർ ചെയ്യണം. അപ്പം നോഡെന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ 3 കൂടുതൽ ബ്രാഞ്ചസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ നോഡെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു നോഡാണ്, ഇവിടുത്തെ വോൾട്ടേജ് V ആണെന്ന് വിചാരിക്കുക. ഇതും ഒരു നോഡാണ്, ഇവിടുത്തെ വോൾട്ടേജ് റെഫറൻസ് ആയിട്ട് എടുക്കും, ഇവിടുത്തെ വോൾട്ടേജ് അപ്പോൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു നോഡിൽ നമ്മൾ കറണ്ട് നോക്കാം. നമുക്ക് കറണ്ട് അറിയത്തില്ല, നമ്മൾ കറണ്ട് അസ്യൂം ചെയ്യണം. ലെറ്റ് ദിസ് കറണ്ട് ബി I1.
ഇത് ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് അറിയാം, ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് അറിയത്തില്ല. അപ്പോൾ I2 എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വലിയ നോഡ് നമ്മൾ സ്പെസിഫൈ ചെയ്തു. എന്താണ് നോഡ്? നോഡ് ഇസ് എ പോയിന്റ് വേർ 3 or more than 3 ബ്രാഞ്ചസ് മീറ്റ്. അപ്പം അങ്ങനെ നമുക്ക് 2 നോഡ് കിട്ടുന്നുണ്ട്, ആദ്യത്തെ നോഡും രണ്ടാമത്തെ നോഡും. ഈ 2 നോഡിൽ ഒരു നോഡ് നമ്മൾ റെഫറൻസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ അടിയിലത്തെ നോഡിനെ നമ്മൾ റെഫറൻസ് ആക്കി. ഇനി റെഫറൻസ് ആക്കാത്ത നോഡിൽ നമ്മൾ കറൻറ്റ് അസൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബ്രാഞ്ചിൽ നമുക്ക് കറണ്ട് അറിയാം, 6 ആംപിയേഴ്സ് ആണെന്ന് അറിയാം. ബാക്കി 2 എണ്ണത്തിൽ നമ്മൾ I1ഉം I2 ആയിട്ട് അസ്യൂം ചെയ്യാം. ഇനി ഇതിൽ നമ്മൾ യൂസ് ചെയ്യാനുള്ള കൺവെൻഷൻ എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇത് 2 നോഡ്സ് ആണെന്ന് വിചാരിച്ചു. ഇത് VA, ഇത് VB ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് R ആണ്, ഇവിടെ കറണ്ട് I ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കറണ്ട് എന്തായിരിക്കും? കറണ്ട് വിൽ ബി ഈക്വൽ ടു, കറണ്ട് നോക്കി VA എന്ന് VBയിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ VA മൈനസ് VB/R ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സോഴ്സ് എങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മളെ VA, ഇത് VB, ഇത് കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇത് E ആണെന്ന് വിചാരിക്കാം, ഇത് R ആണ്. അപ്പോൾ I വിൽ ബി ഈക്വൽ ടു, നേരത്തെ എന്തായിരുന്നു? VA മൈനസ് VB മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്കൊരു സോഴ്സ് വന്നു. നമ്മൾ പോണ വഴിക്ക് സോഴ്സ് ലോവർ ടു ഹയർ, ചെറുതെന്ന് വലുതാണ്. അപ്പോൾ +E/R. ഈ കൺവെൻഷനാണ് ഞാൻ നോഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നോക്കി, ഇൻകമിങ് കറണ്ട് I1 പ്ലസ് 6 ഈസ് അഗെയിൻ ഇൻകമിങ്, ഔട്ട് ഗോയിങ് കറണ്ട് I2. ഓക്കെ, നമ്മൾ നോഡിൽ സം ഓഫ് ഇൻകമിങ് കറണ്ട് ഇസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്, കിർച്ചോഫ് കറണ്ട് ലോ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെറ്റ് us write the expression for I1. അപ്പോൾ I1 വെച്ച് നോക്കുമ്പോൾ I1 ഏത് 2 നോഡിൻ്റെ ഇടയ്ക്കാണ്? ഈ നോഡും താഴത്തെ നോഡും മുകളിലത്തെ നോഡിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ കറണ്ട് നമുക്ക് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? I1 നോക്കിയേ, താഴത്തെ നോഡിൽ നിന്ന് മുകളിലത്തെ നോഡിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ താഴത്തെ നോഡിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാ? 0. ഏതിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? മുകളിലത്തെ നോഡ്, അതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാ? V. On the way there is a source of 12 volt. അപ്പോൾ +12. On the way lower to higher ആയതുകൊണ്ടാണ് പ്ലസ് എടുത്തത്. ഡിവൈഡഡ് ബൈ ഏത് റെസിസ്റ്റർ കൂടി അത് ഫ്ലോ ചെയ്യുന്നത്? 6. +6 is equal to I2 എന്താ? I2 is flowing from the upper node. Upper node the potential is V towards the lower node, -0 by resistance. എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? 6 and 4, 2 സീരീസ് ആയതുകൊണ്ട് 10. പ്രശ്നം പറയാം, നമ്മൾ കറൻറ്റ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് I1 ഈസ് ഫ്ലോയിങ് ഫ്രം ദ ലോവർ റെഫറൻസ് ടു ദ ഹയർ റെഫറൻസ്. അപ്പോൾ ലോവർ റെഫറൻസ് പൊട്ടൻഷ്യൽ 0, ഹയർ റെഫറൻസ് പൊട്ടൻഷ്യൽ V. ഓൺ ദ വേ നമുക്ക് വേറൊരു സോഴ്സും ഉണ്ട്, അതിൻ്റെ പൊട്ടൻഷ്യൽ 12. അതെന്താ പ്ലസ് എടുത്തേ? കാണാൻ പോണ വഴിക്ക് ലോവർ ടു ഹയർ ആണ്. ഡിവൈഡഡ് ബൈ 6, കാരണം 6 കൂടിയാണ് ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇനി I2 കണ്ടുപിടിക്കാൻ വേണ്ടി ഹയർ പൊട്ടൻഷ്യൽ V മൈനസ് ലോവർ പൊട്ടൻഷ്യൽ 0. എന്തിനാ അങ്ങനെ ചെയ്തേ? കാരണം കറണ്ട് ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാ? ഹയർ ടു ലോവർ. ഇങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് അറ്റ് ഹയർ പൊട്ടൻഷ്യൽ, ദിസ് ഇസ് അറ്റ് ലോവർ പൊട്ടൻഷ്യൽ. ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 6ഉം 4ഉം സീരീസ് ആയതുകൊണ്ട് 10. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക്, ഞാൻ സോൾവ് ചെയ്യുന്നില്ല, സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് VS, സോറി, ഓക്കെ ഇങ്ങനെ എഴുതാം, VS 30 വോൾട്ട്. നമുക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ 30 വോൾട്ട് കിട്ടി. പക്ഷെ നമുക്കതല്ല വേണ്ടിയത്. നമുക്ക് വേണ്ടി എന്താ? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ത്രൂ 4, അല്ലേ? 4ൽ കൂടെ ഉള്ള കറണ്ടാണ് വേണ്ടിയത്. എന്താണ് കറണ്ട് ത്രൂ 4? I2 ആണ്. അപ്പോൾ I2ൻ്റെ എക്സ്പ്രഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. I2 ഇസ് ഈക്വൽ ടു വാട്ട്? V മൈനസ് 0/10. V ആണ് നമുക്ക് 30 കിട്ടി. അപ്പോൾ 30 മൈനസ് 0/10 വിച്ച് ഇസ് 3 ആംപിയേഴ്സ്. ഇനി നമുക്ക് VTH കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ VTH എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് 4 ആണ്, ഇതിൻ്റെ ടെർമിനൽസ് എയും ബി ആണ്. ഇത് താഴോട്ടല്ലേ കറണ്ട് പോയിരിക്കുന്നത്? കറണ്ട് ഇസ് ഫ്ലോയിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ്, നെഗറ്റീവ്. അപ്പോൾ VTH കണ്ടുപിടിക്കാൻ വേണ്ടി B നെയിലോട്ട് പോവുക. അപ്പോൾ പോസിറ്റീവ് 4 × 3, ദാറ്റ് ഇസ് 12 വോൾട്ട്. ഇതാണ് നമ്മളെ VTH.